അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൽമുൽ ഫറാഇദ് മഹല്ലി ക്ലാസ് 43. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വ ഇൻ ഇൻകസറത് അലാ സിൻഫൈനി ഖൂബിലത് സിഹാമു കുല്ലി സിൻഫിൻ ബി അദദിഹി. അസ്ൽ മസ്അല കാണുന്ന രൂപം നമ്മൾ പറഞ്ഞു. ഔലിനെ കുറിച്ചും പറഞ്ഞു. തസ്ഹീഹാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സിൻഫിന്റെ മേൽ കസ്റുണ്ടായാലുള്ളത് നാം പറഞ്ഞു. ഇനി രണ്ടോ അതിലധികമോ സിൻഫിന്റെ മേൽ കസ്റുണ്ടായാൽ, ഒരു സിൻഫിന്റെ മേൽ കസ്റുള്ള കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. രണ്ടോ അതിലധികമോ സിൻഫിന്റെ മേൽ കസ്റുണ്ടായാൽ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. വ ഇൻ ഇൻകസറത് അലാ സിൻഫൈനി, രണ്ട് സിൻഫിന്റെ മേൽ കസ്ർ സിദ്ധിച്ചാൽ, രണ്ട് സിൻഫിന്റെ മേൽ കസ്ർ ഉണ്ടായാൽ, ഖൂബിലത്ത് സിഹാമു കുല്ലി സിൻഫിൻ, എല്ലാ ഓരോ സിൻഫിന്റെയും സിഹാമിനെ നേരിടീക്കപ്പെടണം ബി അദദിഹി, ഓരോ സിൻഫിന്റെയും അദദിനോട്, അദദുർ റൂസിനോട് നേരിടീക്കപ്പെടണം. ആ സിൻഫിന്റെ സഹ്മും ആ സിൻഫിന്റെ അദദും തമ്മിൽ നേരിടീക്കപ്പെടണം. അപ്പൊ വൈനിൻകസറത്ത് അലാ സിൻഫൈനി, രണ്ട് സിൻഫിന്റെ മേൽ കസ്ർ സിദ്ധിച്ചാൽ, ഖൂബിലത്ത് സിഹാമു കുല്ലി സിൻഫിൻ, എല്ലാ ഓരോ സിൻഫിന്റെയും സഹ്മിനെ നേരിടീക്കപ്പെടണം ബി അദദിഹി, ഓരോ സിൻഫിന്റെയും അദദിനോട്, അദദുർ റൂസിനോട്. ഇനി അത് രണ്ടും തമ്മിലുള്ള ബന്ധം അതാ, ഫ ഇൻ തവാഫക, അവ രണ്ടും തവാഫുക്കായാൽ, ഐ സിഹാമു കുല്ലി സിൻഫിൻ വ അദദുഹു, എല്ലാ ഓരോ സിൻഫിന്റെ സഹ്മും അദദും തവാഫുക്കായി, എല്ലാ ഓരോ സിൻഫിന്റെയും സഹ്മും അദദും, സിഹാമും അദദും തവാഫുക്കായാൽ, റുദ്ദ സിൻഫു ഇലാ വഫ്ഖിഹി, റുദ്ദ സിൻഫു, ആ സിൻഫിന്റെ അദദുർ റൂസിനെ മടക്കപ്പെടണം, ഇലാ വഫ്ഖിഹി, അതിന്റെ വഫ്ഖിലേക്ക്. ഓരോന്നിന്റെ ഉദാഹരണം പിന്നീട് പറയൂട്ടോ. ഇല്ല, ഇനി അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തവാഫുക്കല്ലെങ്കിൽ, തവാഫുക്കല്ലെങ്കിൽ ഇവിടെ ഒരു രൂപ വരിക, തദാഖുല് വരൂല. ഇവിടെ തദാഖുൽ ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞില്ലേ തദാഖുലൊക്കെ തവാഫുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ തദാഖുൽ വരില്ല, പിന്നെ തമാസുല് പറയാനുമില്ല. അപ്പൊ പിന്നെ തവാഫുക്ക് അല്ലെങ്കിൽ പിന്നെ ഏതാണുള്ളത്, ബി അൻ തബായന, രണ്ടും തബായുനാവുക. എന്നാൽ തുരിക്ക, ഉപേക്ഷിക്കപ്പെടണം, അസിൻഫു, ആ സിൻഫിന്റെ എണ്ണത്തെ ഉപേക്ഷിക്കപ്പെടണം, ബിഹാലിഹി, അപ്രകാരം തന്നെ. അസിൻഫിന്റെ എണ്ണം അങ്ങനെ തന്നെ വെച്ചോ. വകദാ, ഇപ്രകാരം തന്നെയാണ്, ഇൻകാന തവാഫുഖു ഫീ സിൻഫിൻ, ഒരു സിൻഫിൽ തവാഫുക്കായി, വ തബായുനു ഫീ ആഖറ, മറ്റേതിൽ തബായുനായി. ഒരു സിൻഫിൽ തവാഫുക്കായി, മറ്റേ സിൻഫിൽ തബായുനായാലും ഇപ്രകാരം തന്നെയാണ്. പിന്നെ ഇവിടെ വകദാ എന്ന് പറഞ്ഞല്ലോ, വകദാ ഇൻകാന തവാഫുഖു ഫീ സിൻഫിൻ വ തബായുനു ഫീ ആഖറ എന്ന് പറഞ്ഞത് എന്ന് ഇബാറത്തിട്ടത് ഈ ഷിക്കിനെ ഉൾപ്പെടുത്തൂല എന്ന് വെച്ചിട്ടാണ്. ഈ ഷിക്കിനെ മോള് പറഞ്ഞതായ വ ഇൻ തവാഫക വ ഇല്ല എന്നൊക്കെ പറഞ്ഞതിൽ, വ ഇല്ല എന്ന് പറഞ്ഞാൽ ബിയൻ തബായന എന്നാണല്ലോ. അപ്പൊ വകദാ എന്ന് ഇബാറത്തിട്ടത്, അതായത് വകദാ ഇൻ കാന തവാഫുഖു ഫീ സിൻഫിൻ വ തബായുനു ഫീ ആഖറ എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ ഇബാറത്തിട്ടത് ഈ ഷിക്കിനെ ഉൾപ്പെടുത്തൂല എന്ന് വെച്ചിട്ടാ. എന്നാൽ വഖത്ത് തഹ്തമിലുൽ ഇബാറത്തു, ഈ ഇബാറത്ത് സാധ്യമാവും, ദുഹൂല ഹാദൽ ഖിസ്മി, ഈ ഖിസ്മ് കടക്കലിനിക്കും എന്താകും, സാധ്യമാകും. എങ്ങനെ, ബി അൻ യുഖാല, പറയപ്പെടൽ കൊണ്ട്, ഫീ ഖൗലിഹി തവാഫക, തവാഫക എന്നുള്ളതിൽ, തവാഫക ഐ സിഹാമു വൽ അദദു ഫി സിൻഫൈനി ഔ അഹദിഹിമാൻ. തവാഫക എന്ന് പറഞ്ഞാൽ മോള് പറഞ്ഞതാണ് സിഹാമു കുല്ലി സിൻഫിൻ വ അദദുഹു എന്നല്ലേ. അതേ പ്രകാരം ഇവിടെ എങ്ങനെ പറയാം, ഫീ ഖൗലിഹി തവാഫക ഐ അസ്സിഹാമു വൽ അദദു ഫി സിൻഫൈനി ഔ അഹദിഹിമാ. വകദാ, ഇപ്രകാരം തന്നെയാണ് ഫീ തബായന, തബായന എന്നുള്ളതിലും. അപ്പൊ പിന്നെ രണ്ടും പെട്ടല്ലോ. അപ്പോ ഇവിടെ വകദാ ഇൻകാന തവാഫുഖു ഫീ സിൻഫിൻ വ തബായുനു ഫീ ആഖറ എന്ന് ഇബാറത്തിട്ടത് ഈ ഷിക്കിനെ ഉൾപ്പെടുത്തൂല എന്ന് വെച്ചിട്ടാ. ഈ ഷിക്കിനെയും എന്താക്കും, ഈ ഖിസ്മ് കടക്കലിനിക്കും ഇബാറത്ത് സാധ്യമാകുന്നതാണ്, അതിന്റെ രൂപം പറഞ്ഞതാ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു, വ ഇൻ ഇൻകസറത്ത് അലാ സിൻഫൈനി ഖൂബിലത്ത് സിഹാമു കുല്ലി സിൻഫിൻ ബി അദദിഹി വ ഇൻ തവാഫക റുദ്ദ സിൻഫു ഇലാ വഫ്ഖിഹി വ ഇല്ല തുരിക ബിഹാലിഹി. അങ്ങനെ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി സുമ്മ, പിന്നെ ഇൻ തമാസല അദദുർ റൂസി,
അതത് റൂസ് തമാസുലായാൽ, ഇനി അതത് റൂസ് രണ്ടെണ്ണം കിട്ടിയല്ലോ, അത് നമുക്ക് മനസ്സിലായില്ലേ, അതത് റൂസ് എടുക്കേണ്ടിയത് ഇന്നല്ലോ. ഇനി സുമ്മ ഇൻ തമാസല, പിന്നെ തമാസുലായാൽ അതത് റൂസ് തമാസുലായി ഫി സിൻഫൈനി, രണ്ട് സിൻഫിലും അതത് റൂസ് തമാസുലായി. അതത് റൂസിനെ കുറിച്ച് മഹ്ഫൂദുകൾ എന്നാ പറയാ. മഹ്ഫൂദുകൾ എന്തായി? തമാസുലായി. അതെങ്ങനെ? ബിറദ്ദിൽ വഫ്കി, വഫ്കിലേക്ക് മടക്കൽ കൊണ്ട്, അവിൽ ബഖായി അലാ ഹാലിഹി, അല്ലെങ്കിൽ അതേ അവസ്ഥയിൽ തന്നെ ബാക്കിയാവൽ കൊണ്ട്, അല്ലെങ്കിൽ അതേ അവസ്ഥയിൽ തന്നെ ബാക്കിയാക്കുക. അവിർ റദ്ദി ഫീ സിൻഫി വൽ ബഖായി ഫീ ആഖറ, അല്ലെങ്കിൽ ഒരു സിൻഫിൽ റദ്ദും മറ്റേ സിൻഫിൽ ബഖാഉം, രണ്ടിലും വഫ്കിലേക്ക് റദ്ദ് ചെയ്യൽ കൊണ്ട്, അല്ലെങ്കിൽ രണ്ടിനെയും അതേ ഹാലിൽ ബാക്കിയാക്കൽ കൊണ്ട്, അല്ലെങ്കിൽ അവിർ റദ്ദ് ഫീ സിൻഫിൻ, ഒരു സിൻഫിൽ റദ്ദ് വൽ ബഖാഇ ഫീ ആഖറ, മറ്റേൽ എന്താക്കുകയും ചെയ്യുക? ബാക്കിയാക്കുകയും ചെയ്യുക. അപ്പൊ സുമ്മയിൻ തമാസല അതതുർ റൂസി, അതതുർ റൂസുകൾ തമ്മിൽ തമാസുലായാൽ ലുരിബ അഹദുഹുമ, രണ്ടു തമാസുലാണല്ലോ, രണ്ട് അതതുർ റൂസ്, ഉദാഹരണം പറയാ രണ്ടും ആണ് സങ്കല്പിക്കുക. എന്നാൽ ലുരിബ അഹദുഹുമ, രണ്ടിൽ നിന്ന് ഒന്നിനെ ലർബ് ചെയ്യപ്പെടണം. അയിൽ അദദൈനിൽ മുത്തമാസിലൈനി, മുത്തമാസിലായ രണ്ട് അദദ്, ആ രണ്ടിൽ നിന്നുള്ള ഒന്നിനെ ലർബ് ചെയ്യപ്പെടണം. എവിടെ? ഫി അസ്ലിൽ മസ്അലത്തി, അസ്ൽ മസ്അലയിൽ ലർബ് ചെയ്യപ്പെടണം. അപ്പൊ ഉദാഹരണം അസ്ൽ മസ്അല 6 ആണ്, ഇവിടെ രണ്ട് അദദ് റൂസ് ഉണ്ട്, രണ്ടുമാണ് എങ്കിൽ രണ്ടിൽ ഒന്നിന് എന്ത് ചെയ്യണം? അസ്ൽ മസ്അലയായ 6ൽ ലർബ് ചെയ്യണം. അതാ ലുരിബ അഹദുഹുമ, രണ്ടിൽ ഒന്നിനെ ലർബ് ചെയ്യപ്പെടണം. ഫി അസ്ലിൽ മസ്അലത്തി, അസ്ൽ മസ്അലയിൽ. എങ്ങനെ? ബി ഔലിഹ, അസ്ൽ മസ്അലയുടെ ഔലോട് കൂടെ. ഇൻ ആലത്ത് ഔലാവുന്നതാണെങ്കിൽ ഔലോട് കൂടെ. ഇനി ഇൻ തദാഹല, രണ്ട് അതത് റൂസ്, അതായത് മഹ്ഫൂദുകൾ തദാഹുലായി. മുകളിൽ പറഞ്ഞത് അതത് റൂസുകൾ, അതായത് മഹ്ഫൂദുകൾ തമാസുലായാൽ എന്നുള്ളത് മേലെ പറഞ്ഞു. ഇനി വൈൻ തദാഹല ഐൽ അദദാനി, രണ്ട് അദദുകൾ തമ്മിൽ തദാഹുലായി എന്നാൽ ലുരിബ അക്സറുഹുമ, രണ്ടിൽ നിന്നുള്ള അക്സറിന് എന്താക്കണം? ലർബ് ചെയ്യപ്പെടണം. അക്സറിനെ അധികരിച്ചതിനെ ലർബ് ചെയ്യപ്പെടണം. ഫീമാ ദുക്കിറ, ഈ അസ്ൽ മസ്അലയിൽ അസ്ൽ ഔലാവുന്നുണ്ടെങ്കിൽ ഔലോട് കൂടെ. ഇനി വഇൻ തവാഫക, രണ്ടും തവാഫുക്കായാൽ, അതായത് രണ്ട് മഹ്ഫൂദുകൾ, രണ്ട് അദദ് റൂസുകൾ, ആ അദദ് റൂസുകൾ തവാഫുക്കായാൽ ലുരിബ വഫ്കു അഹദിഹിമ, രണ്ടിൽ ഒന്നിന്റെ വഫ്കിനെ ലർബ് ചെയ്യപ്പെടണം. ഫിൽ ആഖരി, മറ്റേല്. സുമ്മൽ ഹാസിലു, പിന്നെ ഹാസിലിനെ ലർബ് ചെയ്യപ്പെടണം. ഫിൽ മസ്അലത്തി, മസ്അലയിൽ. ഉദാഹരണം പറയാം 4 6 ആണ്. 4 6 ആണെങ്കിൽ ഒന്നിന്റെ വഫ്ക് കൊണ്ട് മറ്റേതിനെ ലർബ് ചെയ്യണം. അപ്പൊ 2 × 6 12, 2 × 6 12, അല്ലെങ്കിൽ 4 × 3 12 കിട്ടി. ആ ഹാസിലിനെ, സുമ്മൽ ഹാസിലു, പിന്നെ ആ ഹാസിലിനെ ലർബ് ചെയ്യപ്പെടണം. ഫിൽ മസ്അലത്തി, അസ്ൽ മസ്അല 4 ആണെന്ന് സങ്കല്പിക്കുക. അപ്പൊ 12നെ 4 ലർബ് ചെയ്യണം. 12 × 4 48 കിട്ടും. ഉദാഹരണം പറഞ്ഞതാണ്. ബി ഔലിഹ, ഔലോട് കൂടെ, അതായത് ഔലുള്ളതാണെങ്കിൽ ഔലോട് കൂടെ. ഇനി ഇൻ തബായന, രണ്ട് സിൻഫ്, ആ രണ്ട് സിൻഫിലും അദദ് റൂസ് എന്തായി? തബായുനായി. അദദ് റൂസ് തബായുനായാൽ ലുരിബ അഹദുഹുമാ ഫിൽ ആഖരി, രണ്ടിൽ ഒന്നിനെ മറ്റേതിൽ ലർബ് ചെയ്യപ്പെടണം. സുമ്മൽ ഹാസിലു, പിന്നെ ലർബ് ചെയ്തിട്ട് കിട്ടുന്നതിനെ ലർബ് ചെയ്യണം. ഫിൽ മസ്അലത്തി, അസ്ൽ മസ്അലയിൽ. ഉദാഹരണം 4 3 ആണെങ്കിൽ അത് തബായുനാണ്. തബായുനാകുന്ന സമയത്ത് 4 × 3 12, 12ന് എന്താക്കണം? അസ്ൽ മസ്അല എത്രയാണ്? 4 ആണ് എന്ന് സങ്കല്പിക്കുക. എന്നാൽ 12നെ അസ്ൽ മസ്അലയായ 4ൽ ലർബ് ചെയ്യണം. അപ്പം 4 12 48 കിട്ടും. സുമ്മൽ ഹാസിലു, ഈ കിട്ടിയതായ ഹാസിലിനെ ഫിൽ മസ്അലത്തി, മസ്അലയിൽ ലർബ് ചെയ്യപ്പെടണം. ബി ഔലിഹ, ഔലോട് കൂടെ. അപ്പൊ ഫമാ ബലഗ, ഫമാ ഒന്ന് ബലഗ ബിഹി, ആ ഒന്നുകൊണ്ട് കരസ്ഥമായി. ഫമാ ബലഗ ബിഹിൽ ലർബ് ഉണ്ടല്ലോ, ആ ഗുണിക്കൽ കൊണ്ട് കരസ്ഥമായത്. ഫീ കുല്ലിൻ, ഈ പറയപ്പെട്ട, ഫീ കുല്ലി മിമ്മാ ദുക്കിറ, ഈ പറയപ്പെട്ടതായ എല്ലാറ്റിലും ലർബ് കാരണം കരസ്ഥമായതായ ഒന്ന്. സഹത്ത് മിൻഹു അൽ മസ്അലത്തു ഫീഹി, അതിൽ എന്താക്കും? മസ്അല സഹീഹാകും. നമുക്ക് ഇങ്ങനെ ലർബ് ചെയ്ത് കിട്ടുമ്പോ അതിൽ നിന്നുണ്ടാകും? മസ്അല സഹീഹാകും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് രണ്ട് സിൻഫിന്റെ മേൽ, ഒരു സിൻഫിന്റെ മേൽ കസ്റുണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ട് സിൻഫിന്റെ മേൽ കസ്റുണ്ടായി കഴിഞ്ഞാൽ ഓരോ സിൻഫിന്റെയും സിഹാമിനെ നേരിടിക്കപ്പെടണം. എന്തിനോട്? അതിന്റെ അദദിനോട്. അത് രണ്ടും നോക്കണം.
അത് തവാഫുക്കാണെങ്കിൽ എന്ത് ചെയ്യണം, തബായുനാണെങ്കിൽ എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇത് രണ്ടും രണ്ട് സിൻഫിലും അദദുർ റുഊസ് തമാസുലായാൽ എന്ത് ചെയ്യണം, അദദുർ റുഊസ് തദാഹുലായാൽ എന്ത് ചെയ്യണം, തവാഫുക്കായാൽ എന്ത് ചെയ്യണം, തബായുനായാൽ എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെയുള്ള മത്തിനൊന്നുകൂടി നോക്കാം. സുമ്മ ഇൻ തമാസൽ അദദുർ റുഊസി ഫി സിൻഫൈനി, രണ്ട് സിൻഫിലുള്ളതായ അദദുർ റുഊസ് അതായത് മഹ്ഫൂദുകൾ തമാസുലായാൽ ളുരിബ അഹദുഹുമ, രണ്ടിൽ ഒന്നിനെ ദർബ് ചെയ്യപ്പെടണം, ഫി അസ്ലിൽ മസ്അലതി, അസ്ൽ മസ്അലയിൽ, ബി ഔലിഹ ഇൻ ആലത്ത്, ഔലാകുന്നതാണെങ്കിൽ ഔലോടുകൂടെ. ഇനി വൈൻ തദാഖല, രണ്ട് അദദുകളും തദാഹുലായാൽ ളുരിബ അക്സറുഹുമ, അക്സറിനെ ദർബ് ചെയ്യപ്പെടണം അസ്ൽ മസ്അലയിൽ. ഇനി വൈൻ തവാഫക, രണ്ടും തവാഫുക്കാണെങ്കിൽ ളുരിബ വഫ്ഖു അഹദിഹിമ ഫിൽ ആഖിരി, രണ്ടിൽ ഒന്നിന്റെ വഫ്ഖിനെ ദർബ് ചെയ്യപ്പെടണം ഫിൽ ആഖിരി മറ്റേയിൽ. സുമ്മൽ ഹാസിലു, പിന്നെ കിട്ടിയതിനെ ദർബ് ചെയ്യപ്പെടണം ഫിൽ മസ്അലതി, അസ്ൽ മസ്അലയിൽ. ഇനി വഇൻ തബായന, രണ്ടും തബായുനായാൽ, രണ്ട് അദദുർ റുഊസ് ഉണ്ടല്ലോ, മഹ്ഫൂദുകൾ ഉണ്ടല്ലോ, അത് തബായുനായാൽ ളുരിബ അഹദുഹുമാ ഫിൽ ആഖിരി, രണ്ടിൽ ഒന്നിനെ മറ്റേത് ദർബ് ചെയ്യപ്പെടണം. സുമ്മൽ ഹാസിലു, പിന്നെ കിട്ടുന്നതായ ഹാസിലിനെ ഫിൽ മസ്അലതി, മസ്അലയിലും ദർബ് ചെയ്യണം. ഫമാ ബലഗ സഹത്ത് മിൻഹു, അപ്പൊ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ദർബ് കാരണമായിട്ട് കിട്ടുന്നത്, അതിൽ നിന്ന് മസ്അല സഹീഹാവുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. ഇതിന് ഓരോന്നിനും ഉദാഹരണം ഓരോന്നിനും നോക്കുമ്പോ ഏകദേശം 12 ഉദാഹരണം ഉണ്ടാവും. രണ്ട് സിൻഫിന്റെ മേലിൽ തന്നെ കെസറുള്ളതിന്, 3 സിൻഫിന്റെ വേറെ ഉണ്ട് കേട്ടോ, 2 സിൻഫിന്റെ മേലിൽ തന്നെ കെസറുള്ളതിന് 12 ഉദാഹരണം നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. നാഫിയായ ഇൽമു പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി